ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്കാണ്. ഇത് റെഗുലറായിട്ടും അതുപോലെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. സോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലിനിക്കിൻ്റെ ഈ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. അതിലൊരു ജനറസ് എമൗണ്ട് എടുത്തിട്ട് ഈവൻലി ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇത് സെൻസിറ്റീവ് സ്കിന്നിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഐക്കോണിക്കിൻ്റെ പ്രെപ്പ് സെറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചതിൽ ഒരു ബെസ്റ്റ് പേർച്ചേഴ്സാണ് ഈ ഐക്കോണിക്കിൻ്റെ മിസ്റ്റ്. സോ ഞാനത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മേക്കപ്പിൻ്റെ ഇടയിൽ അജിക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാക്കിൻ്റെ പ്രെപ്പ് ആൻഡ് പ്രൈമാണ്. ഇതൊരു ക്രീം ബേസ്ഡ് പ്രൈമറാണ് കേട്ടോ. ഇത് പോസിനെ ഫില്ല് ചെയ്യാനും പിന്നെ നമുക്ക് ഒരു നല്ല ബേസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. സോ ഞാനിത് നല്ല രീതിക്ക് മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്നത് വരെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് 1 ടോൺ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പ്രെപ്പ് കഴിഞ്ഞു, ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഐബ്രോസ് എന്നാണ്. സോ ഞാൻ നിക്സിൻ്റെ 2-in-1 ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു സ്മോൾ സ്ട്രോക്സ് ആണ് അതിന്ന് വരുന്നത്. സോ നമുക്ക് ഈ ഒന്ന് ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അതിനുശേഷം ഇതിങ്ങനെ കോംപ് ചെയ്ത് 2 ഐബ്രോസും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ടവർ 28ൻ്റെ ഒരു സൺസ്ക്രീൻ ടിൻ്റാണ്. സോ ഇത് നമുക്ക് ഒരു സൺ പ്രൊട്ടക്ഷൻ പ്ലസ് കവറേജും കൂടെ തരുന്നതാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയ്യുന്ന ഒരു ഹാക്കാണ് കേട്ടോ ഇത്. ഡയറക്റ്റ്ലി നമ്മൾ ഫേസിലേക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കയ്യിലേക്ക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്ത് ഫേസിൽ ഒരേപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഈവൻ ടോണാണ് കിട്ടുന്നത്. എല്ലാ സ്ഥലത്തും സെയിം എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് സ്പ്രെഡ് ആകുന്നത്. സോ ഇതാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയ്യാൻ തുടങ്ങിയ ഒരു ഹാക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഡാംപ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും അതിൽ റിമൂവ് ആകും. അപ്പോൾ നമുക്കൊരു ഈവൻ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബേസ് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് കൺസീലറിലേക്ക് പോവാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സെഫോറയുടെ ഒരു കൺസീലറാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ അണ്ടർ ഐസിലും പിന്നെ എവിടെയെങ്കിലും എക്സ്ട്രാ കവറേജ് ആവശ്യമുള്ള സ്ഥലത്തും മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കവറേജ് ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ടോട്ടലി സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. സോ ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് അതിനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ സെറ്റ് ചെയ്യും. സോ അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിപ്പ് സ്റ്റെയിൻ ആണ്. സോ ഇത് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ യൂസ് ചെയ്യും. കാരണം ലിപ്സ്റ്റിക് പോയാലും സ്റ്റെയിൻ അവിടെ തന്നെ ഉണ്ടാവും. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഹുദ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ ഈ 2 കളേഴ്സാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. സോ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. സോ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കളർ പോപ്പിൻ്റെ ഒരു ഷിമ്മർ ഷെയ്ഡാണ്. സോ ഇത് നമുക്ക് ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ യൂഷ്വലി കൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ, ബ്ലഷ്. സോ ഞാനിതൊരു LB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് എടുത്തിട്ടുള്ള ബ്ലഷാണ്. സോ ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. സോ കുറച്ച് യൂസ് ചെയ്താൽ തന്നെ നല്ല കളർ പിഗ്മെൻറ്റേഷൻ കിട്ടുന്നതാണ്. സോ ഞാനത് സ്പ്രെഡ് ചെയ്ത് എവിടേക്കാണ് വേണമെന്നുള്ളത് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പ്രെഡ് ചെയ്യാം. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ സ്റ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലെ ഈ ഒരു ഐ ഇങ്ക്. സോ ഇത് ഭയങ്കര സ്റ്റേയിങ് ആണ്. അതുകൊണ്ട് ഞാനിത് എപ്പോഴും യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ മെയിൻലി ഞാൻ മേലെ മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു വിങ്ഡ് ഐലൈനറാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹുദ ബ്യൂട്ടിയിൽ നിന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് അതിനിങ്ങനെ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു സ്മഡ്ജഡ് ലുക്കാണ് നമ്മൾ ഐക്ക് ക്രിയേറ്റ് ആവുക. അതിനുശേഷം ഈ കേളർ യൂസ് ചെയ്ത് കൊടുക്കുക. കാരണം കേളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നല്ല കേളി ആയിട്ട് നല്ല ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുക. സോ ഞാൻ ആ ഒരു സ്റ്റെപ്പ് മാത്രമേ എപ്പോഴും സ്കിപ്പ് ചെയ്യാറില്ല. സോ ഓൾമോസ്റ്റ് നമ്മളുടെ ബേസ് ആൻഡ് ഐ മേക്കപ്പ് ഡൺ ആണ്. ഇനി ലിപ്സിലേക്ക് കടക്കാം. ഞാൻ മോസ്റ്റ്ലി അങ്ങനെ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല. ബട്ട് റീസെൻ്റ്ലി ഞാൻ വന്നിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് എക്സസ് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്ത് കൊടുക്കും. ഇത് ഐക്കോണിക് ബ്രാൻഡിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ഇതൊരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ് കേട്ടോ. സോ ഇത്
ജസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ തന്നെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. സോ ഞാൻ ജസ്റ്റ് ഡോട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ബോട്ടിലാണ്, വളരെ ചെറുതാണ് ആ ബോട്ടിൽ, ബട്ട് നല്ല യൂസ്ഫുൾ ആണ് ഈ പ്രോഡക്റ്റ്. സോ ഞാനത് എല്ലായിടത്തും എവിടേക്ക് വേണം എന്നുള്ളത് ഡോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ചെറിയ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡർ ലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എഗെയിൻ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ മാത്രം ബ്രഷ് യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ഈ മേക്കപ്പ് എൻഡ് ചെയ്യാം. അപ്പോൾ ഐക്കോണിക്കിൻ്റെ ഈ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത സെയിം സ്പ്രേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഡൈസൻ്റെ ഒരു ഹെയർ സ്റ്റൈലിംഗ് ടൂളാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് കോംബോ മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ, കൂടുതൽ സ്റ്റൈലിംഗ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.